ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്കീസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതിലോട്ട് സവാള ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി പേസ്റ്റ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ക്യാബേജാണ്. നമുക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റും പിന്നെ മിൻറ്റുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഐറ്റമാണ് സോൾട്ട്. അപ്പോൾ നമുക്ക് സോൾട്ട് എടുക്കാം. എന്നിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി സോസാണ്. അപ്പോൾ നമുക്ക് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഡാർക്ക് സോസാണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് സോസും കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് വേണ്ട മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചിക്കൻ മസാലയാണ്. നമുക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിപ്പൊടിയാണ്. നമുക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ബോയിൽഡ് ചെയ്ത മുട്ടയാണ്. ബോയിൽഡ് ചെയ്ത 2 മുട്ടയാണ് നമുക്ക് ഇനി വേണ്ടത്. ഗ്യാസ് അതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടേനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിയണം. അതിനുശേഷം നമ്മളിതാ ഉണ്ടാക്കി വെച്ച മിക്സിലോട്ട് നമ്മൾ ഈ ഒരു മുട്ടനെ ഇട്ട് കൊടുക്കണം. എന്താണ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഗ്യാസ് അപ്പോൾ നമ്മൾ ആ ബ്രെഡിനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പീസാക്കി ഒന്ന് പൊടിയാക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് എഗ്ഗാണ്. നമുക്ക് എഗ്ഗ് എടുക്കാം. 2 എണ്ണം ബോയിൽഡ് ചെയ്യാത്തതാണ്. നമുക്ക് ഇനി ആ ഒരു എഗ്ഗിന് യോൾക്ക് എടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം പോലെ ഒന്ന് ഫൈനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് മൈദയാണ്. ഇപ്പോൾ നമ്മളിത് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൈദ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാട്ടറാണ്. അതിനുശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇനിയൊരു ബൗളിൽ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്. അതിന് ശേഷം ഉപ്പ്. പിന്നീട് വാട്ടറാണ് കേട്ടോ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സാധനം തന്നെ ഉണ്ടല്ലോ കേസ്, ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ എടുക്കുക. ശേഷം നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതും ചുട്ടെടുത്താൽ മതി.
ഗ്യാസ് ഇപ്പം നമ്മൾ ചുട്ട് വെച്ച ആ ഒരു ദോശ നമ്മൾ എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ മൈദയും വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ച ഒരു ബാറ്റർ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ബാറ്റർ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു എഗ്ഗിൻ്റെ മിക്സിന് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി നമ്മൾ ആ ഒരു മൈദൻ്റെ മിക്സ് ഒഴിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ദോശനെ നമ്മൾ ഇതിലോട്ട് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ചിക്കൻ റോളിലൊക്കെ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം അതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ മൈദൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് എഗ്ഗിൻ്റെ യോൾക്കിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച ബ്രെഡിലോട്ട് അതും ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇനി ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ചിക്കൻ റോൾ പോലത്തെ സാധനം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഈ ഒരു എഗ് റോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ വരുന്നവർ ബൈ.